കോഴിക്കോടിന്റെ ഒരു അഭിമാന ചിത്രമായിരുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ. അത് കഴിഞ്ഞ ദിവസമാണ് ശക്തമായ മഴയിൽ തകർന്നു പോയത്. വലിയ ചരിത്രം ആ ക്ലോക്ക് ടവറിനുണ്ട്. ആ ചരിത്രം പറയാൻ എന്നോടൊപ്പം അധ്യാപകനായ ഹാമിദ് അലി വാഴക്കാടുണ്ട്. ഇതിപ്പോ കോഴിക്കോടിന്റെ ഒരു മുഖമായിരുന്നു. എങ്ങനെയാണ് ഇത് ഈ ക്ലോക്ക് ടവർ സ്ഥാപിക്കപ്പെടുന്നത്? 1888 റെയിൽവേ സ്റ്റേഷന്റെ ഈ ഇപ്പോഴത്തെ സെക്കൻഡ് പ്ലാറ്റ്ഫോം വരുന്നത്. ഇതൊരു അതിപുരാതന റെയിൽവേ സ്റ്റേഷനായിട്ട് കണക്കാക്കാവുന്നതാണ്. എനിക്കിത് വലിയ സങ്കടമുണ്ട്, കാരണം ഇതൊരു ഐക്കണായിട്ട് ഇവിടെ നിൽക്കേണ്ടിയിരുന്നു. കാരണം കോഴിക്കോട് കോടികളുടെ നവീകരണം നടക്കുമ്പോഴും ഒരു പുരാതന സ്റ്റേഷൻ എന്ന നിലയിൽ ഈ ഭാഗത്ത് നിർത്താമായിരുന്നു. 4 ടവറുകളാണ് ശരിക്കും ഉണ്ടായിരുന്നത്. അത് വടക്കേ ടവറും ഇത് തെക്കേ ടവറും നടുവിൽ സെൻറ്ററായിട്ട്. ശരിക്കും ടവർ വരുന്നത്, ടവറിന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ നിന്ന് തീവണ്ടിയുടെ പുകച്ചുരുളുകൾ കാണാൻ സാധിക്കും. അത് വെച്ചിട്ടാണ് ബെല്ലടിച്ചിരുന്നത്. വെറുതെ ക്ലോക്ക് സ്ഥാപിക്കാനായിരുന്നില്ല. ഇന്നത്തെ ഇൻഫർമേഷൻ സിസ്റ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ക്ലോക്ക് ടവറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ദൂരെ നിന്ന് പുക കാണാം. അതനുസരിച്ചാണ് സിഗ്നൽ കൊടുക്കുന്നത്. സിഗ്നൽ കൊടുത്തിരുന്നത്. ക്ലോക്ക് ശരിക്കും പുറത്തായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഇത് ക്ലോക്ക് ടവറായി. അങ്ങനെ 2 ടവറുകളും ഇപ്പുറത്ത് 2 ചെറിയ കുഞ്ഞു ടവറുകളായിട്ട് അങ്ങനെ 4 ടവറുകളുടെ ഒരു ഇതായിരുന്നു. ഇതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു കേരളീയ സ്റ്റൈലേ ആയിരുന്നില്ല. നമ്മൾ പലയിടങ്ങളിലും ഇന്ത്യയിലെ പല ഭാഗത്തും കാണുന്ന ഒരു റെയിൽവേ കെട്ടിടത്തിന്റെ സ്റ്റൈലിലായിരുന്നു ഇവിടെയും പണിതിരുന്നത്. പിന്നീട് ഇതിന്റെ ബ്രിക്കാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കോഴിക്കോട് സിറ്റിയിൽ ഇല്ലാത്ത ചെങ്കല്ലാണ് ഇവിടെ എത്തിച്ചിരുന്നത്. അത് എൻ്റെ ഒരു ഊഹ അനുസരിച്ചിട്ട് ഇത് കനാൽ വഴിയായിരിക്കും വന്നത്. കാരണം ചാലിയാർ തടങ്ങളിൽ ധാരാളമായിട്ട് ചെങ്കൽ അന്നത്തെ കാലത്ത് കോഴിക്കോട് സിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന തോണികളുണ്ടായിരുന്നു, വലിയ തോണികൾ. അപ്പം ഈ തോണികളിൽ കനാൽ വഴി എത്തിച്ചിട്ട് കോഴിക്കോട് സിറ്റിയിലേക്ക് റാളി വഴി എത്തിച്ച് ആയിരിക്കും ഇത് പണിതത്. ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നത് ഇത് ഇഷ്ടികയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഇന്ത്യയിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലും ചുടുകട്ടകൾ, ഇഷ്ടികകളാണ് ഉപയോഗിച്ചത്. കോംട്രസ് ഫാക്ടറി ഒക്കെ ഇവിടെ ഉണ്ട്, കോമൺവെൽത്ത് ഫാക്ടറിയുടെ. പക്ഷേ ആ ഫാക്ടറിയിൽ ഇഷ്ടിക ഒന്നും എടുത്തിട്ടില്ല. ഫാക്ടറി കുറച്ചുകൂടി ലേറ്റായിട്ടായിരിക്കും ഇഷ്ടിക പ്രൊഡ്യൂസ് ചെയ്ത്. ഏതായാലും സുറുക്കിയിൽ നമ്മുടെ ചുണ്ണാമ്പ് മിശ്രിതങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പടുത്തിരിക്കുന്നത്, സിമെന്റിലല്ല കാണുന്നത്. അപ്പോൾ ഇത്രയും പുരാതനമായൊരു കെട്ടിടം 1888 മുതൽ ഇത്രയും കാലം നിന്നു എന്നുള്ളത് അത്ഭുതമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊരു ഒരു നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന് നോക്കുമ്പോഴേ, കാരണം കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിലൊന്നാണല്ലോ ഇത്. അപ്പോൾ ഇത്തരം ഒരു നിർമ്മിതി ഇപ്പം ഇവിടെ ഇല്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഇത് സത്യത്തിൽ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമായിരുന്നു അല്ലേ? നടത്താമായിരുന്നു. അങ്ങനെ കുറേ മാതൃകകൾ ഉണ്ട് ലോകത്തിന്റെ പല ഭാഗത്ത്. പക്ഷേ റെയിൽവേക്ക് അത് എത്രമാത്രം പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു വളരുന്ന ഒരു നഗരം പോലെയാണല്ലോ ഈ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുരാതന കെട്ടിടത്തെ നിലനിർത്തിയാൽ എത്ര സൗകര്യം ഉണ്ടാവും എന്നറിയില്ല. ഏതായാലും ഇത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും കൊതിച്ചു പോകുന്നുണ്ട്. അത് ശരിക്കും ഇത് ഒരു ക്ലോക്ക് ടവർ ആയിരുന്നില്ല, വാച്ച് ടവർ ആയിരുന്നു. പിന്നീട് ക്ലോക്ക് സ്ഥാപിച്ചപ്പോൾ ക്ലോക്ക് ടവറായി മാറിയതായിരുന്നു. യെസ്, അങ്ങനെയാണ് അതിന്റെ ഹിസ്റ്ററി വരുന്നത്. അങ്ങനെ ക്ലോക്ക് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരുടെ കയ്യിലും വാച്ച് ഇല്ലല്ലോ. അപ്പം സിറ്റിയിലെ മനുഷ്യർക്ക് അങ്ങിങ്ങായി കാണുന്ന ഇത്തരത്തിലുള്ള ടവറുകൾ സഹായകരമാകും. പിന്നെ റെയിൽവേയുടെ ആവശ്യങ്ങൾക്ക് സഹായകമാകും. അതുകൊണ്ടായിരിക്കും ക്ലോക്ക് ടവർ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നിട്ട്. അതായത് അന്ന് ഇത്ര കെട്ടിടങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപക്ഷെ നഗരത്തിന്റെ പല ഭാഗത്തും നോക്കുമ്പോഴും കൃത്യമായിട്ട് സമയം കാണാൻ പറ്റും. കോഴിക്കോട് നഗരത്തിലെ വലിയ കെട്ടിടം എന്ന് പറയുന്നത് മിഷ്കാൽ പള്ളിയാണ്. വലിയ കെട്ടിടങ്ങൾ, അത് 4-5 നിലയിലുള്ള ഒരു ഗോപുരം പോലെ നിൽക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ കടലൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ടവറായിരുന്നു. ഇതും നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ കടലിന് ചുറ്റുഭാഗം കാണാൻ സാധിക്കും. വൻ കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ക്ലോക്ക് ടവർ വലിയൊരു ഐക്കണായിരുന്നു. ഇതിപ്പോൾ അന്ന് ഈ ചെങ്കല്ല് ഈ മിശ്രിതം കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടായിരിക്കാം ഇത്രയും ബലം. അതായത് ഒരു ഭാഗം ഇടിഞ്ഞു വീണപ്പോഴും മറുഭാഗം അവർ തള്ളിയിടാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും അത് പൊളിഞ്ഞു വീണത് ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയാണ്. അതെ, ഇത് പൊളിക്കാൻ വെച്ചതാണ്. ശരിക്കും ഇത് പൊളിക്കാൻ വെച്ചിട്ടില്ല. പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പൊളിഞ്ഞു വീഴില്ലായിരുന്നു. കാരണം ഇതിനും പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് ASIക്കൊക്കെ. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ ഇത് അങ്ങനെ ഒരു ചരിത്ര നിർമ്മിതമായ ഒരു സ്ഥാനത്തിലേക്ക് ഇത് എത്തിയില്ല. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കുറേ കെട്ടിടങ്ങൾ കേരളത്തിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് കെട്ടിടങ്ങൾ, ബംഗ്ലാവുകളും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ റെയിൽവേയുടെ കയ്യിലുള്ള പ്രൊട്ടക്ഷൻസ് വളരെ കുറവാണ് കേരളത്തിൽ. ഇനിയിപ്പോൾ അത് സാധ്യതയില്ല, കാരണം ഇതെല്ലാം പോകുന്നു. ഇനി ഒരു പക്ഷേ ഇതേ ഒരു മോഡലിൽ വരാം, പക്ഷെ അതും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അതെ, ഈ റെയിൽവേ എന്ന് ഇപ്പം നമ്മൾ ഇന്ത്യയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, അപ്പോൾ ചെന്നൈ ആവട്ടെ അല്ലെങ്കിൽ കൊൽക്കട്ട റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ, ഇങ്ങനെ ഇതെല്ലാം എടുത്തു നോക്കുമ്പോൾ അതെല്ലാം ഇന്ത്യയുടെ ഒരു പൈതൃക കെട്ടിടങ്ങളായിട്ട് കാണാൻ സാധിക്കും. കേരളത്തിൽ ആകെ കൂടി ഉണ്ടായിരുന്നത് വലിയൊരു കെട്ടിടം ഇതാണ്. പിന്നെ തിരുവിതാംകൂറിലാണ് പിന്നീട് വലിയ സ്റ്റേഷനുകൾ വരുന്നത്. ഇപ്പോൾ ഈ ചെങ്കല്ലാണ് കൊണ്ടുവന്നത്. അന്ന് കോഴിക്കോട് അത്ര വ്യാപകമല്ല. കനാൽ വഴി വന്നതാണെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും? കണ്ണൂരിൽ നിന്ന് തന്നെ ആയിരിക്കുമോ? കണ്ണൂരിൽ നിന്നല്ല ചെങ്കല്ല് വരുന്നത്. ഈ ഇതെല്ലാം ചാലിയാറിന്റെ മേൽത്തടങ്ങൾ,
ഇടനാടൻ കുന്നുകളുണ്ട്. നമ്മളെ കൊടിയത്തൂർ, വാഴക്കാട്, മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ ഇടനാടൻ ചെങ്കൽ കുന്നുകൾ ധാരാളമായിട്ട് ഇതിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിലൊക്കെ ധാരാളം തോണിക്കാരുണ്ടായിരുന്നു. വലിയ തോണികളിൽ ഇത് നമ്മുടെ ഇന്നത്തെ കടവ് റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ നമ്മുടെ കല്ലായിയിലേക്ക് മരത്തടികൾ കൊണ്ടുവരുന്ന ഒരു പാതയുണ്ട്. അതാണ് കനോലി കനാൽ. ആ കനാൽ വഴി നേരെ വന്നാൽ പുതിയറയിലെത്തും. അവിടുന്ന് റാളി വഴി ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കും. അങ്ങനെയാണ് വലിയങ്ങാടിയിലേക്ക് ധാരാളമായിട്ട് റാളികൾ ഈ കനോലിയിലേക്ക് പോയിരുന്നു. അപ്പോൾ കനോലി കനാൽ വഴിയാണ് ചരക്ക് ഗതാഗതം മലബാറിലെ പല ഭാഗത്തേക്കും വന്നിരുന്നത്. അതായത് ഇപ്പോൾ ഒരു റെയിൽവേയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇത് ഒരു കെട്ടിടം കുറച്ചുകൂടി സൗകര്യമുള്ള കെട്ടിടം ആക്കി മാറ്റുക എന്നുള്ളതായിരിക്കും. ഒരു ചരിത്ര വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം നഷ്ടമാണിത്? ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ റെയിൽവേയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ലോകത്തെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ നിർമ്മിതികളും ഒക്കെ ഇന്ത്യൻ റെയിൽവേയുടേതാണ്. അപ്പോൾ അത്തരത്തിലുള്ള റെയിൽവേയുടെ ഒരു വലിയ ഭാഗങ്ങൾ ഇപ്പോൾ ഈ കൊണ്ടുപോകുന്ന ഇതിൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ കല്ലും ഇതിൻ്റെ ഫ്ലോറും ഒക്കെ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് ബോംബെ ടൈൽസ് എന്ന് പറയുന്ന ഒരു ഫ്ലോറായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽസുകളൊന്നുമല്ല ഉപയോഗിച്ചത്. അപ്പോൾ പഴയകാല മെറ്റീരിയലുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഈ സ്റ്റേഷനകത്തുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്ലോറ്, ഇതിൻ്റെ സീലിങ്ങുകൾ, ഇതിൻ്റെ ചുമരുകൾ, ഇതിൻ്റെ വാളുകൾ എല്ലാം ഒരു പുരാതന കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. എന്തായാലും ഒരു വലിയ ചരിത്രം ഉറങ്ങുന്ന ഒരു ക്ലോക്ക് ടവറാണ് പൊളിഞ്ഞു വീണത്. ഒരുപക്ഷെ നേരത്തെ തന്നെ അത് സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ തകർന്ന് വീഴില്ലായിരുന്നു എന്നുകൂടിയാണ് ഹാമിദ് അലി വാഴക്കാടിനെ പോലുള്ള അധ്യാപകർ വ്യക്തമാക്കുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 കോഴിക്കോട്.